മുതൽ എൻ്റെ കുടുംബത്തിലേക്കും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങൾ പൂമഴ പോലെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെൻ്റെ മോൻ റിയാൻ ഷിജു. ഇവന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. ഇവന് സെപ്റ്റംബർ ലാസ്റ്റ് പനി വരികയും 2-3 മാസമായിട്ട് ഇടവിട്ട് പനി ഉണ്ടാവുന്നുണ്ടായിരുന്നു. സെപ്റ്റംബർ ലാസ്റ്റ് ആയപ്പോൾ അവൻ്റെ ഇടത് ബ്രസ്റ്റിന് മേളിലായി നല്ല വേദന വരികയും ശ്വാസം എടുക്കുവാൻ ബുദ്ധിമുട്ട് വരികയും ചെയ്തു. ഡോക്ടറിനെ കണ്ടപ്പോൾ നീർക്കെട്ടാന്ന് പറയുകയും 3 ദിവസം മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അതിനുശേഷം എക്സ്റേ എടുത്ത് നോക്കാൻ പറഞ്ഞു. എക്സ്റേ എടുക്കുകയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ 11,000 വേണ്ടടുത്ത് 21,000 ഇവൻ്റെ ബ്ലഡ് കൗണ്ട് ആവുകയും CRP ലെവൽ കഠിനമായി കൂടി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. എക്സ്റേയിൽ ഡോക്ടറിന് സംശയം തോന്നി ന്യൂമോണിയ ആണെന്ന് പറഞ്ഞ് കൊച്ചിനെ അഡ്മിറ്റാക്കുകയും 2 ദിവസത്തെ ആൻറ്റിബയോട്ടിക് കയറ്റി 4 പ്രാവശ്യം ആൻറ്റിബയോട്ടിക് കയറ്റിയപ്പോഴും അവൻ്റെ ബ്ലഡ് കൗണ്ട് കുറഞ്ഞു വരാത്തതിൻ്റെ ഫലമായി വേറൊരു ആശുപത്രിയിലേക്ക് റിഫർ ചെയ്തു. അവിടെ ചെന്ന് ബ്ലഡ് കൾച്ചർ ചെയ്യാൻ കൊടുത്തു, അൾട്രാസ് കൗണ്ട് ചെയ്തു, CT എടുത്തു. അപ്പോഴൊക്കെ ഇവൻ്റെ ശ്വാസകോശത്തിനും ഹാർട്ടിനും ഇടയിൽ ഒരു ചെറിയൊരു തടിപ്പ്, അത് 7 സെൻറ്റിമീറ്ററോളം ഒരു തടിപ്പായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നമുക്ക് പരിശോധനയ്ക്ക് അയക്കണം, അത് എന്താണെന്നുള്ളത് കറക്റ്റാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹാർട്ടിനും ഈ ലങ്സിനും ഇടയിൽ ഈ സംഭവം ഇരിക്കുന്നത് കൊണ്ട് അത് കൊച്ചായതുകൊണ്ട് റിസ്ക് ആണെന്ന് പറയുകയും ഇവിടെ ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അമൃതയിലോട്ട് റിഫർ ചെയ്യുകയും ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. ഞാൻ 10ാമത് ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പരിശുദ്ധ അമ്മ എന്നെ കൈവിടിയായിരുന്ന ഉറച്ച ബോധം എനിക്കുണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാർ ഭയപ്പെട്ടപ്പോഴെല്ലാം എന്തിനു പേടിക്കുന്നു, ഞാൻ ഇത്ര ഉടമ്പടിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്, അമ്മ എന്നെ കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഇവൻ ഓരോ ടെസ്റ്റിന് പോകുമ്പോഴും തൈലം ഇവൻ്റെ നെഞ്ചിൽ ഞാൻ തടവി കൊടുക്കുകയും ഉപ്പിട്ട് വെള്ളം കൊടുക്കുകയും തേനും കുടിച്ചിട്ട്, കാരണം ഇവൻ എന്നോട് പറഞ്ഞു അമ്മേ നമുക്ക് 3 വെഞ്ചരിച്ച വസ്തുക്കളും ഉപയോഗിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് തേനും ഇവനെടുത്ത് ഉപയോഗിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി. അപ്പോൾ CT സ്കാനിങ്ങിന് കയറിയപ്പോൾ അവർ റിസ്ക് ആണെന്ന് പറഞ്ഞു. 1/2 മണിക്കൂർ ഇതെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് ഞങ്ങളെ കയറ്റുന്നത്. അപ്പം ഉടമ്പടി കാശ് രൂപ ഇവൻ്റെ കൈ കൊടുക്കാനുള്ള അനുവാദം നേഴ്സ് എനിക്ക് തരികയും അതിവൻ്റെ കൈ ഞാൻ കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇവനെ ആ ടെസ്റ്റിന് വിധേയനാക്കുന്നത്. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവനെ കയറ്റിവിട്ട സമയത്ത് ഞാൻ ഈ ശുശ്രൂഷ കൂടുകയും അപ്പോൾ അച്ഛൻ ഇവിടെ ഒരു സാക്ഷ്യം, ഒരു കുഞ്ഞിൻ്റെ സാക്ഷ്യം പറഞ്ഞു. രക്തം 1 മിനിറ്റ് കൊണ്ട് കയറ്റേണ്ട ഒരു സാക്ഷി ഇവിടെ ഞാൻ ഫോണിൽ കൂടെ കേൾക്കുകയുണ്ടായി. അപ്പോൾ ഞാനും ഈശോയോട് പറഞ്ഞു, ഈശോയെ ഇവൻ്റെ ബയോപ്സിക്ക് എടുക്കുന്ന ആ സംഭവത്തിൽ ഈശോയെ നിൻ്റെ തിരുരക്തമാക്കി ഇപ്പോൾ മാറ്റണേ എന്ന് പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ചു. ബയോപ്സിക്കുള്ള ടെസ്റ്റ് ചൊവ്വാഴ്ച എടുത്ത് അയക്കുകയും ബുധനാഴ്ച കൊച്ചിനെ ഡിസ്ചാർജ് ആക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച വന്ന് ജോസഫച്ചനെ കാണുകയും ജോസഫച്ചൻ ഇവനോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ ധൈര്യപൂർവ്വം പൊക്കോടാൻ, നിനക്കൊന്നും ഒരു കുഴപ്പമില്ലെന്ന് അച്ഛൻ ഇവനോട് പറഞ്ഞു വിടുകയും ചെയ്തു. തിങ്കളാഴ്ച ഞങ്ങൾ റിസൾട്ട് വന്ന് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ ഒരു തടിപ്പോ അവിടെ യാതൊരു പ്രശ്നമില്ല, എന്തോ വന്ന് കരിഞ്ഞിരിക്കുന്ന എന്തോ ഒരു പാട പോലെ, അത് എന്താണെന്ന് പോലും ഡോക്ടറിന് മനസ്സിലാവുന്നില്ല. ഒരു മരുന്ന് പോലും ഇപ്പോൾ ഡോക്ടറിന് ഇവന് ആവശ്യമില്ലെന്ന് പറഞ്ഞ് നാളെ മുതൽ നീ സ്കൂളിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. ഇന്നലെ മുതൽ ഇവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി, കളിക്കുകയോ എന്ത് വേണം ചെയ്തോ, ഒരു മരുന്നിൻ്റെ പോലും ആവശ്യം ഇവനില്ലാന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ എന്നെ എൻ്റെ കുടുംബത്തെയും അനുവദിച്ചതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം തിരുവചനം. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്,